കൈലാസ്നാഥിനെ മുൻപരിചയമുള്ളതിനാൽ അഷ്ടമൂർത്തി മറ്റുള്ളവരോടൊപ്പം മൾബറി ഹൗസിലേക്ക് പോയില്ല. ഹോട്ടലിൽ സിത്താരയ്ക്ക് കൂട്ടിന് അഷ്ടമൂർത്തിയെ ഏൽപ്പിച്ച് മറ്റുള്ളവർ മൾബറി ഹൗസിലേക്ക് തിരിച്ചു. കൈലാസ്നാഥുമായി 3 മണിക്കാണ് കൂടിക്കാഴ്ച. 2:45 മണിക്ക് തന്നെ അവർ മൾബറി ഹൗസിലെത്തി. ഊണ് കഴിഞ്ഞുള്ള മയക്കം വിട്ട് കൈലാസ്നാഥ് ഇതുവരെ എണീറ്റില്ല എന്ന് ഹിന്ദിക്കാരനായ ചൗക്കിദാർ അറിയിച്ചു. കൈലാസ്നാഥ് ഉണരാനായി രാജേഷ് മാധവനും ഡോൺ ഡിയും സഹപ്രവർത്തകരും അവരോടൊപ്പം ജിംസണും കാത്തിരുന്നു. ജിംസൺ എഴുന്നേറ്റ് നടന്ന് മൾബറി ഹൗസിൻ്റെ ഹാളും അനുബന്ധ സൗകര്യങ്ങളും കണ്ടു. പെയിൻറ്റിങ്സിന് മാത്രം ലക്ഷങ്ങൾ വിലമതിക്കും, ജിംസൺ ഡോണിനോട് പറഞ്ഞു. ആൻറ്റിക്സ് തന്നെ മില്യൺ കണക്കിന് വിലയുള്ളതാ. മൾബറി ഹൗസ് മഹാദേവൻ നമ്പ്യാരുടെ പ്രസ്റ്റീജ് പ്രോപ്പർട്ടി ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്, ഡോൺ ഡി പറഞ്ഞു. എന്തൊരു വലിയ വീടാ ഇത്! എത്ര വലിയ കോമ്പൗണ്ട്! ഇത് 2 ഏക്കറിൽ കുറയില്ല അല്ലേ? ജിംസൺ ചോദിച്ചു. ഏയ്, അത്രയൊന്നും വരില്ല. ഡൽഹിയിൽ 2 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? 1 ഏക്കർ വരുമായിരിക്കും. 3 സ്റ്റോറി ബിൽഡിങ്ങാ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ കൈലാസ്നാഥ് വന്നു. മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന വ്യാജനാമങ്ങൾ രാജേഷ് മാധവൻ തന്നെയും കൂടെയുള്ളവരെയും പരിചയപ്പെടുത്തി. അതിനുശേഷം തങ്ങളുടെ വിഷയം അവതരിപ്പിച്ചു. തോടിന് അക്കരെയും ഇക്കരെയും 2 പുരയിടങ്ങൾ. രാജേഷ് മാധവൻ അതിൻ്റെ സ്കെച്ചും പ്ലാനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടീപ്പോയ്മൽ നിരത്തി വെച്ചു. പേന കൊണ്ട് തൊട്ട് കാണിച്ചു. അക്കരെയുള്ള പുരയിടത്തിൻ്റെ തോട്ടിറമ്പിൽ കൂടി പുതിയ റോഡ് വരുന്നു. അയൽക്കാരൻ്റെ പുരയിടം തീരുന്നിടത്ത് വച്ചു പാലം പണിത് റോഡ് ഇക്കരെ എത്തിക്കാനാണ് പ്ലാൻ. അപ്പോൾ പാലം വന്നു ചേരുന്നത് മറ്റൊരാളുടെ പുരയിടത്തിലേക്കാണ്. രാജേഷ് മാധവൻ ആ ഭാഗം പേന കൊണ്ട് തൊട്ട് കാണിച്ചു. അതിനു പകരം അക്കരെയുള്ള അയൽക്കാരൻ്റെ പുരയിടത്തിൻ്റെ എൻഡ് വരെ റോഡ് എത്തുന്നതിന് 50 മീറ്റർ ഇപ്പുറം വെച്ച് പാലം പണിതാൽ ആ പാലം ഇക്കരെയുള്ള എൻ്റെ പുരയിടത്തിൻ്റെ കോണിലേക്ക് വന്നു മുട്ടും. എൻ്റെ സ്ഥലത്തു കൂടി നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ റോഡ് കടത്തിവിടാനും സാധിക്കും. അതിൻ്റെ പേരിൽ അധിക ചിലവൊന്നും വരില്ല. ആരുടെയും ഭൂമി അധികമായി നഷ്ടപ്പെടില്ല. സർക്കാരിന് ഒരു നഷ്ടവുമില്ല. നഷ്ടം എനിക്കാണ്. പാലം കയറി എൻ്റെ സ്ഥലത്തേക്ക് വരുന്ന റോഡ് അടുത്ത പുരയിടത്തിലേക്ക് കടത്തിവിടാൻ ഒരു 10 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. അത് ഫ്രീ ആയിട്ട് ഞാൻ വിട്ടുകൊടുക്കാം. കാരണം എൻ്റെ പുരയിടത്തിലേക്ക് വേറെ റോഡില്ലല്ലോ. ആ പാലം എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വന്നാൽ എൻ്റെ പുരയിടത്തിൻ്റെ മതിപ്പ് വില 2 ഇരട്ടിയാകും. അതാണ് എനിക്കുള്ള നേട്ടം. രാജേഷ് മാധവൻ രേഖകളും സ്കെച്ചും കാട്ടി വിശദീകരിച്ചു. നിങ്ങളുടെ പ്രോപ്പർട്ടി എത്ര വരും? 5.5 ഏക്കർ. ഓഹോ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് തോടിന് കുറുകെ സ്വന്തമായിട്ടൊരു ബ്രിഡ്ജ് പണിതുകൂടെ? കൈലാസ്നാഥ് ചോദിച്ചു. തോടിൻ്റെ 2 കരയും സർക്കാരിൻ്റെ പുറമ്പോക്കാ. നമ്മൾ പാലം കെട്ടിപ്പൊക്കി കൊണ്ടുവരുമ്പം ആരെങ്കിലും കുത്തിപ്പൊക്കും. അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞ് സർക്കാർ അത് പൊളിച്ചു കളയും. ഇത്തിരി വലിയ തോടാ. ഒരു 50 ലക്ഷം രൂപയാകും സാറേ പാലത്തിന്, രാജേഷ് മാധവൻ വെളിപ്പെടുത്തി. സ്കെച്ചും പ്ലാനും മറ്റ് അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷം കൈലാസ്നാഥ് ഒരു ഫോർമുല അങ്ങോട്ട് വെച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യേ, 25 ലക്ഷം രൂപ എൻ്റെ പെട്ടിയിലിട്. പാലം നിങ്ങളുടെ പുരയിടത്തിൽ കൂടി കയറ്റിവിടാം. സാർ, 25 വലിയ തുകയാണ്. അത്രയ്ക്കുള്ള പ്രോഫിറ്റൊന്നും പാലം കൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. 5.5 ഏക്കർ പുരയിടം 5.5 കോടിയുടെ സ്വത്തില്ലേ? റോഡ് വന്നാൽ അതിന് മതിപ്പ് വില 15 കോടി. കണക്ക് കൂട്ടി നോക്ക്. ഇല്ല സാറേ, 5.5 ഏക്കറിൽ പുറമ്പോക്കും പോയിട്ട് 5 ഏക്കർ കാണും. 2.5 കോടി രൂപ വില മതിക്കാം. അവിടെ അത്രയേ ഉള്ളൂ. പ്ലാന്റേഷനല്ലേ? 20 ലക്ഷത്തിന് മുറിക്കാം. എന്തു പറയുന്നു? കുറേ സമയം നീണ്ടുപോയ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം 18 ലക്ഷം രൂപയ്ക്ക് വാക്കാൽ കരാർ ഉറപ്പിച്ചു. കൈലാസ്നാഥ് അഡ്വാൻസിനായി കൈനീട്ടി. രാജേഷ് മാധവൻ 1 ലക്ഷം രൂപ റെഡി കാഷ് എടുത്തു കൊടുത്തു. കൈലാസ്നാഥിന് സന്തോഷമായി. തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിധികളെക്കുറിച്ച് ചർച്ച. കൈലാസ്നാഥിന് രാജേഷ് മാധവനെ ഇഷ്ടപ്പെട്ടു. 7 മണിയോടെ കൈലാസ്നാഥ് തൻ്റെ അതിഥികളെ മൾബറി ഹൗസിലെ സ്വകാര്യ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചെറിയ തോതിൽ രാജേഷ് മാധവനും ഡോണും കൈലാസ്നാഥിനോട് സഹകരിച്ചു. ഹോട്ടലിൽ റൂമിൽ വിശേഷപ്പെട്ട മദ്യം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ഡോൺ പറഞ്ഞു. എങ്കിൽ ഉടൻ അത് കൊണ്ടുവരണമെന്നായി കൈലാസ്നാഥ്. അത് എടുത്തു കൊണ്ടുവരാനായി ജിംസനെ പറഞ്ഞയച്ചു. രാജേഷ് മാധവനും സംഘവും വന്ന ടാക്സി മൾബറി ഹൗസിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. ജിംസൺ അതിൽ കയറി ഹോട്ടൽ മുറിയിലേക്ക് പോയി. അവിടെ അഷ്ടമൂർത്തിയും സിത്താരയും എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാൻ തയ്യാറായി ഇരിപ്പുണ്ടായിരുന്നു. വെള്ള സാരിയും വെള്ള ബ്ലൗസുമായിരുന്നു സിത്താരയുടെ വേഷം. ഡോണ്ടി കരുതിക്കൊണ്ടുവന്ന വിദേശ നിർമ്മിത മദ്യക്കുപ്പികൾ ജിംസൺ ബാഗിലെടുത്തു വെച്ചു. സിത്താര അത്യാവശ്യം മേക്കപ്പ് കൂടി നടത്തി. ചുണ്ടിൽ ചുവന്ന ലിപ്സ്റ്റിക്കും കണ്ണിന് കീഴെ കറുപ്പ് നിഴലും വരച്ചു ചേർത്തു. കൈവിരലുകളിൽ നഖങ്ങൾ തിരുകി. അസലായിട്ടുണ്ട്. രക്തരക്ഷസ് തന്നെ, അഷ്ടമൂർത്തി പറഞ്ഞു. മിററിൽ നോക്കിയിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു, സിത്താര പറഞ്ഞു. കാറിൽ അവർ മൾബറി ഹൗസിലേക്ക് തിരിച്ചു. ഡൽഹിയിൽ 5:30 മണിക്ക് തന്നെ ഇരുട്ട് ചേക്കേറിയിരുന്നു. മൂടൽ മഞ്ഞിൻ്റെ സുതാര്യതയിൽ അസ്പഷ്ട ദൃശ്യങ്ങളെ വാരിപ്പൊതച്ച് ഡൽഹിയിലെ ശൈത്യകാല രാത്രി മതാലസമായി കിടന്നു. മൾബറി ഹൗസിൽ തിരിച്ചെത്തിയ ജിംസൺ ബാഗുമായി കാറിൽ നിന്ന് ഇറങ്ങി. സിത്താരയും അഷ്ടമൂർത്തിയും കാറിൽ തന്നെ ഇരുന്നു. ബംഗ്ലാവിലേക്ക് കയറും മുമ്പ് ജിംസൺ ചൗക്കിദാറിന് ഒരു നാടൻ വിദേശ മദ്യക്കുപ്പിയെടുത്ത് സമ്മാനിച്ചു. അതിനുശേഷം മൾബറി ഹൗസിലേക്ക് കയറിപ്പോയി.
തൻ്റെ സ്വകാര്യ ബാറിലേക്ക് പുതിയ മദ്യക്കുപ്പികൾ എത്തിച്ചേർന്നതോടെ കൈലാസ്നാഥ് കൂടുതൽ ഹൃദയാലുവായി. ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ഗസ്റ്റാ, ഇവിടെ താമസിക്കാം. അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കിവിടെ എന്ത് ബുദ്ധിമുട്ട്? ബെഡ്റൂമുകൾ ഡസൻ കണക്കിനുണ്ട്. എൻ്റെയും അതിഥികളുടെയും കാര്യങ്ങൾ നോക്കാൻ പരിചാരകരുണ്ട്. പിന്നെന്ത് ബുദ്ധിമുട്ട്? ഹോട്ടലിൽ ഞങ്ങൾക്ക് റൂമുണ്ട്. അതവിടെ കിടന്നോട്ടെ, നാളെയുണ്ടല്ലോ. നിങ്ങളിവിടെ വല്ലപ്പോഴുമാ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരില്ലാത്ത മനുഷ്യർ വരുന്നത്. അവർ ശുദ്ധ മനുഷ്യരാ. അവർക്ക് അധികാരത്തിൽ താല്പര്യമില്ല. രാഷ്ട്രീയക്കാരെല്ലാം അധികാരമോഹികളാണ്. അധികാരമോഹികൾ കൂടെ നിന്ന് ചതിക്കും, കാലുവാരും, കുതിക്കാൽ വെട്ടും, കസേര മറിച്ചിടും. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അത് ശരിയാ, വളരെ ശരിയാ, രാജേഷ് മാധവൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണമെന്നേയുള്ളൂ. ഉടമസ്ഥർക്ക് അവരുടെ ജോലി സംരക്ഷിക്കപ്പെടണം. അവരെല്ലാം മനുഷ്യരാ. ഈ മൾബറി ഹൗസ് വളരെ പ്രസിദ്ധമാണല്ലോ. ഇത് സാറിൻ്റെ സ്വന്തമാണോ? ഡോണ്ടി അതിശയഭാവത്തിൽ ചോദിച്ചു. പിന്നെ എത്രയോ കാലമായി ഞാനിത് വാങ്ങിയിട്ട്. ഈ ന്യൂഡൽഹിയിൽ ഇതുപോലൊരു ബംഗ്ലാവ് സ്വന്തമായുള്ളത് വലിയൊരു ആസ്തി തന്നെയാ. ഇതിനൊരു 150 കോടി വില വരില്ലേ? ഡോൺ തിരക്കി. 150ഓ? 550 കോടിക്ക് അംബാനി ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇതാണ് എൻ്റെ പ്രസ്റ്റീജ് സിമ്പൽ. എത്ര മെരുങ്ങാത്ത രാഷ്ട്രീയക്കാരനാണെങ്കിലും കേന്ദ്രമന്ത്രിയാണെങ്കിലും ശരി, ഞാനിവിടെ ക്ഷണിച്ചു വരുത്തിയ ഒരു ട്രീറ്റ് കൊടുത്തു കഴിയുമ്പം സാഷ്ടാംഗം നമിക്കും, കൈലാസ്നാഥ് അഭിമാനപുളകിതനായി പറഞ്ഞു. അയാൾ തൻ്റെ അതിഥികളെ ആ ബംഗ്ലാവിൻ്റെ എല്ലാ നിലകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം വിസ്തരിച്ച് കാട്ടിക്കൊടുത്തു. കൂട്ടത്തിൽ തൻ്റെ കമനീയമായ കിടക്കറയും കാണിച്ചു. നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാർ നൈറ്റ് സംഘടിപ്പിക്കണം. ഡാൻസും പാട്ടും കൂത്തും എല്ലാം. അത് കൊള്ളാം, ബെസ്റ്റ് ഐഡിയ, രാജേഷ് മാധവൻ പറഞ്ഞു. നിങ്ങൾ ന്യൂഡ് ഡാൻസ് കണ്ടിട്ടുണ്ടോ? അയ്യേ, അതൊക്കെ മോശമല്ലേ? അതൊക്കെ കാണാത്തവരാരാ? കള്ളൻ, നുണ പറയുന്നു. മുഖത്ത് നോക്കിയാൽ അറിയാം, കൈലാസ്നാഥ് കളിയാക്കി. ചില വീഡിയോ ക്ലിപ്പിങ്സൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ റെമി മാർട്ടിനും ഹെന്നസിയും ജോണി വാക്കറുമൊക്കെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൃത്തമാടി ആടി നമ്മുടെ മുമ്പിൽ കൂടി വരും. നമ്മുടെ ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് കൊളുത്തിത്തരും. നമ്മുടെ ഗോബ്ലറ്റിൽ വൈനൊഴിച്ച് ചുണ്ടോട് ചേർത്ത് പിടിക്കും. അതൊക്കെയല്ലേ പാനപാത്രം, മധുചഷകം. കൈലാസ്നാഥ് സ്വയം ആസ്വദിച്ച് ഒച്ച വെച്ച് ചിരിച്ചു. മദ്യപാന സദസ്സിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ഇടയ്ക്ക് പരിചാരകർ ഭക്ഷണമൊരുക്കി. അതിനുശേഷവും മദ്യപാനവും കൈലാസ്നാഥിൻ്റെ വീരചരിത വർണ്ണനകളും തുടർന്നു. സംസാരിച്ചു വന്നപ്പോൾ എല്ലാ പാർട്ടിയിലെയും നേതാക്കളുമായി അയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. കേന്ദ്രമന്ത്രിമാരും കേരള മന്ത്രിമാരുമെല്ലാം ഉറ്റ ചങ്ങാതിമാരാണ്. രാജേഷ് മാധവനും സംഘവും അത്ഭുതഭാവത്തിൽ അതെല്ലാം കേട്ടിരുന്നു. രാത്രി 11 മണിയോടെ പരിചാരകർ ഉറങ്ങാൻ പോയി. ഇതിനിടയിൽ ഡോൺ ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിലേക്ക് ചെന്ന് കാറിൽ നിന്ന് സിത്താരയെ വിളിച്ചിറക്കി. കെട്ടിടത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുറകെ അഷ്ടമൂർത്തിയും ചെന്നു. 11:30 മണി കഴിഞ്ഞപ്പോൾ കൈലാസ്നാഥ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെഡ്റൂം സെലക്ട് ചെയ്യാം, രാവിലെ കാണാം. കൈലാസ്നാഥ് തൻ്റെ കിടപ്പറയിലേക്ക് പോയി. മദ്യക്കുപ്പിയുമായി പുറത്തേക്ക് വന്ന ജിംസൺ കൈലാസ്നാഥിൻ്റെ ഡ്രൈവറെ വിളിച്ച് ഒരു ബോട്ടിലിൽ പകുതിയോളം അവശേഷിച്ചിരുന്ന മദ്യം നൽകി. കൈലാസ്നാഥ് ബെഡ്റൂമിൽ കടന്ന് വാതിലടച്ചു. മഹാദേവൻ നമ്പ്യാർ തൻ്റെ ബെഡ്റൂമായി ഉപയോഗിച്ചിരുന്ന ആ മുറിയിൽ അയാൾ തികഞ്ഞ സുരക്ഷിത ബോധത്തോടെ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ഡ്രസ്സ് മാറി ടോയ്ലറ്റ് പോയിൽ മുഖം കഴുകി. അണ്ടർവെയർ മാത്രമിട്ട് കുടവയറിൽ തഴുകിക്കൊണ്ട് അയാൾ വാർഡ്രോബിനരികെ വന്ന് ജുബ്ബയും അയഞ്ഞ കോട്ടൺ ട്രൗസറും എടുത്തു ധരിച്ചു. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് അണഞ്ഞു. കൈലാസ്നാഥ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മൾബറി ഹൗസിൽ ലൈറ്റ് പോകുന്ന പ്രശ്നമേയില്ല. കറണ്ട് കട്ടായാൽ ഇൻവെർട്ടർ ഉടൻ പ്രവർത്തനക്ഷമമാകും. ഇൻവെർട്ടറും പണിമുടക്കിയാൽ ജനറേറ്റർ ഓണാകും. ആരോ ലൈറ്റ് അണച്ചതുപോലെയാണ് കൈലാസ്നാഥിന് തോന്നിയത്. നിശബ്ദത. പെട്ടെന്ന് ഇരുട്ടിലൊരു ചീറൽ ശബ്ദം കേൾക്കുന്നു. ഒരു സ്ത്രീയുടെ ശബ്ദം. കൈലാസ്നാഥ് അമ്പരന്നു. അയാൾ മെല്ലെ ബെഡിനടുത്തേക്ക് പാദങ്ങൾ പെറുക്കി വെച്ചു. ഖോനെ, അയാൾ ശബ്ദം അമർത്തിപ്പിടിച്ച് ചോദിച്ചു. പേ പിടിച്ച പോലെ വീണ്ടും സ്ത്രീയുടെ മുരളിൽ ശബ്ദം. ആരാണെന്നാ ചോദിച്ചേ? ഹു ആർ യു? ഒരിക്കൽ കൂടി ചീറൽ ശബ്ദം കേട്ടു. കൈലാസ്നാഥ് ബെഡിനടുത്ത് തപ്പിത്തടഞ്ഞ് സ്വിച്ച് ബോർഡ് പരുതി പിടിച്ച് ലൈറ്റിട്ടു. വാതിലിന് മുന്നിൽ സിത്താര മഹാദേവൻ. കൈലാസ്നാഥിൻ്റെ ഞരമ്പുകളിലെ ചോര ഒറ്റ നിമിഷത്തിൽ തണുത്തുറഞ്ഞു. വെള്ളയുടുത്ത് മുടി അഴിച്ചിട്ട് പല്ലിളിച്ചു കാട്ടി അവൾ മുന്നോട്ട് നീങ്ങി. സിത്താര മഹാദേവൻ തന്നെ. മഹാദേവൻ നമ്പ്യാരുടെ മകൾ. തിരുച്ചിറപ്പള്ളിക്കും ഡിണ്ടിഗഡിലിനുമിടയിൽ വടമധുരയിൽ റെയിൽപാളത്തിന് കീഴെ പാടത്ത് മരിച്ചു കിടന്ന പെണ്ണ്. ചെന്നൈ അണ്ണാനഗറിലെ പൊതുശ്മശാനത്തിൽ തങ്ങൾ ദഹിപ്പിച്ചവൾ. കൈലാസ്നാഥിൻ്റെ കണ്ണുകൾ മറിഞ്ഞു. ഹൃദയമിടിപ്പ് നിലച്ചു.